ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ECGയെ കുറിച്ചാണ്. അപ്പോൾ എന്തിനാണ് ECGയെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്? കാരണം നമ്മൾ ECG ഒരുപാട് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതാണ്, ഒരുപാട് വീഡിയോസ് ഒക്കെ ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഇതൊക്കെ ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ECG പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ടൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പലർക്കും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പരിപാടിയാണ് അല്ലേ. എല്ലാവർക്കും ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ ഈ ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ECG പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ എഫക്റ്റീവായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാം, അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ ഡയറക്റ്റായിട്ട് ECG ഇൻ്റർപ്രിട്ടേഷനിൽ കയറുന്നതിലൊരു അർത്ഥമില്ല. നമ്മൾ ECG എന്താണെന്നും നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാം, കോൺസെപ്റ്റുകളൊക്കെ എങ്ങനെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാം എന്നുള്ള ഒരു ചെറിയൊരു ഇൻട്രോയിലൂടെ നമുക്ക് പോകാം. അതിന് മുമ്പ് നമുക്ക് ഹാർട്ടിൻ്റെ അനാട്ടമിയും ഫിസിയോളജിയും ജസ്റ്റ് ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഇൻട്രോയിലേക്ക് പോവുകയാണ്. നമ്മുടെ ECG എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ജസ്റ്റ് ഒന്നുമില്ല, ഒരു ലൈൻ ഡയഗ്രാമാണ് ഓഫ് നമ്മുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട്. അതിൻ്റെ ലൈൻ ഡയഗ്രാമാണ് ECG എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. വില്യം എയ്ൻതോവൻ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചത്. അങ്ങനെ കുറേ ഹിസ്റ്ററിയൊക്കെ ഉണ്ട്, നമുക്ക് അത് അറിയേണ്ട വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല ഹിസ്റ്ററിക്ക്. അടുത്തതായിട്ട് നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ളത് ECG വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ. ഫിസിക്സിൽ നമ്മൾ ഗാൽവനോമീറ്റർ പഠിച്ചിട്ടില്ലേ, ആ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ECG വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ മാത്സിലും ഫിസിക്സിലൊക്കെ വെക്റ്റർ എന്ന് പറഞ്ഞ വേറെ ഒരു സാധനം പഠിച്ചിട്ടില്ലേ. നമ്മുടെ ഹാർട്ടിന് ഒരുപാട് സെല്ലുകളുണ്ട്. ഈ സെല്ലുകളെല്ലാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, അതായത് കറണ്ട്, ഇലക്ട്രിക് ചാർജ് ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള സെല്ലുകളാണ് ഹാർട്ടിൻ്റെ സെല്ലുകൾ. അപ്പോൾ ഇത് പല ഡയറക്ഷനുകളിലേക്ക് ഇങ്ങനെ ഫയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫയർ ചെയ്യുന്ന വെക്ടറുകളെല്ലാം, ഇതിൻ്റെ എല്ലാത്തിനും കൂടെ റിസൾട്ടൻ്റ് വെക്ടറുകളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് ഒരു നെറ്റ് വെക്ടർ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലുണ്ടാവും. ഈ നെറ്റ് വെക്ടറിനെ മെഷർ ചെയ്യുന്നത് പല ലീഡുകൾ ഉപയോഗിച്ച് നമ്മൾ പല സ്ഥലത്ത് നിന്ന്, അതായത് നമ്മുടെ ബോഡിയിൽ പല സ്ഥലത്ത് നിന്ന് ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മുടെ ECGയിലുള്ള ഈ ലൈനുകളിൽ, നമുക്കിങ്ങനെ പേപ്പറിൽ കാണുന്ന ലൈനുകളില്ലേ, അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഹാർട്ടിൻ്റെ അനാട്ടമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഹ്യൂമൻ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ആണുള്ളത്. മുകളിൽ 2 ചേമ്പേഴ്സും താഴെ 2 ചേമ്പേഴ്സും. അതായത് മുകളിലുള്ളത് ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് ഏട്രിയം, താഴെയുള്ളത് ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് വെൻട്രിക്കിളുമാണ്. അപ്പോൾ ഇത് നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്ത് ബോഡിയുടെ പല പാർട്സിലേക്ക് എത്തിക്കാനും, പിന്നെ ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തിക്കാനുള്ള അവിടെ നിന്ന് തിരിച്ച് പമ്പ് ചെയ്ത് പല പാർട്സിൽ എത്തിക്കുന്നതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ്, പ്രോസസ്സാണ്. അപ്പോൾ ഇതിനെ സഹായിക്കുന്ന ഹാർട്ടിൻ്റെ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട്. അതായത് നമുക്ക് അതിന് ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ കുറച്ച് വയേഴ്സ് പോലുള്ളൊരു സാധനമാണ്. നമ്മളിപ്പോൾ ഹാർട്ടിനൊരു വാട്ടർ പമ്പായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പമ്പിനെ വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റമാണ് നമ്മുടെ ഈ ഇലക്ട്രിക്കൽ സിസ്റ്റം ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് SA നോഡ് അല്ലെങ്കിൽ സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയുന്ന കുറച്ച് സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. അത് എവിടെയാണുള്ളതെന്ന് വെച്ചാൽ റൈറ്റ് ഏട്രിയത്തിൻ്റെ ടോപ്പ് മോസ്റ്റ് കോർണറിലാണ്, ടോപ്പ് മോസ്റ്റ് റൈറ്റ് കോർണറിലാണ് ഈ SA നോഡ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ നിന്ന് കുറച്ച് ഫൈബേഴ്സ് നമ്മുടെ AV നോഡ് എന്ന് പറഞ്ഞ കുറച്ച് സ്പെഷ്യലൈസ്ഡ് നോഡുണ്ട്, ഇവിടേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യും. ഇതും റൈറ്റ് ഏട്രിയത്തിൻ്റെ ബോട്ടം മോസ്റ്റ് കോർണറിലാണ് കണ്ടുവരുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് ട്രാക്റ്റ് ഇങ്ങനെ പോയി ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്ന ഇത് ഫോം ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്ന് ഇത് സ്പ്ലിറ്റായി ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചും റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചും. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മുടെ ഹാർട്ടിൻ്റെ വെൻട്രിക്കിൾസിൻ്റെ മസിൽസിലേക്ക് ഇത് സപ്ലൈ ചെയ്യും. പെർക്കിഞ്ചെ ഫൈബേഴ്സ് എന്ന് പറയുന്ന ഫൈബേഴ്സായിട്ട് ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ പല ഭാഗത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പം ഇത് SA നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പെർക്കിഞ്ചെ ഫൈബേഴ്സ് വരെ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം ഏകദേശം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ വെക്ടർ മെയിൻലി SA നോഡിൽ നിന്നാണ് നമുക്ക് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്ത് SA നോഡിൽ നിന്ന് AV നോഡിലേക്ക് ട്രാവൽ ചെയ്ത് പിന്നെ ബണ്ടിൽ ഓഫ് ഹിസ്, ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്, റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച്, എന്നിട്ട് പെർക്കിഞ്ചെ ഫൈബേഴ്സിൽ വരെ ടെർമിനേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ പാത്ത് വേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് നമ്മുടെ ഇലക്ട്രിക്കൽ വെക്ടർ നെറ്റ് ഇലക്ട്രിക്കൽ വെക്ടർ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഈ നെറ്റ് ഇലക്ട്രിക്കൽ വെക്ടർ ട്രാവൽ ചെയ്യുന്ന ഈ ഡയറക്ഷനെ നമ്മൾ നമ്മുടെ ബോഡിയിൽ പല ലീഡ്സ് വെച്ചിട്ട്, ഈ ലീഡ്സ് ആണ് നമ്മുടെ ഇലക്ട്രിക്കൽ വെക്ടറിനെ ഒബ്സർവ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് ഈ ഗ്രാഫ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ വെക്ടറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഒരു വെക്ടർ
ഒരു ലീഡിൻ്റെ അടുത്തേക്കാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആ ലീഡിൽ ഒരു പോസിറ്റീവ് ഡിഫ്ലക്ഷൻ ഫോം ചെയ്യും. അതേപോലെ ഈ വെക്ടർ ഒരു ലീഡിൻ്റെ എവേ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമുക്കതിൽ നെഗറ്റീവ് ഡിഫ്ലക്ഷനാണ് കിട്ടുക. എവേ ആയിട്ട് കിട്ടുമ്പോൾ നെഗറ്റീവായിട്ട്, അടുത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് ഡിഫ്ലക്ഷനാണ്. ഇനിയിപ്പം ഈ വെക്ടർ ട്രാവൽ ചെയ്യുന്നത് ഒരു ലീഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിലോ, അതായത് 90 ഡിഗ്രിയിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അപ്പം ഈ ലീഡിന് ഉണ്ടാക്കുന്ന ഡിഫ്ലക്ഷൻ എന്ത് ടൈപ്പ് ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കുമോ, നെഗറ്റീവ് ആയിരിക്കുമോ, ഇനി ഒന്നും ഉണ്ടാവില്ലേ? അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവും ഉണ്ടാവും നെഗറ്റീവും ഉണ്ടാവും. ഇതിനെ നമ്മൾ ഇക്വിഫേസിക് വേവ് എന്നാണ് വിളിക്കുന്നത്. അപ്പം നമ്മുടെ ഇപ്പം ഈ വെക്ടർ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ലീഡിന് അടുത്തേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു കമ്പോണൻറ്റ് കണ്ടല്ലോ, ഈ കമ്പോണൻറ്റിന് വേണ്ടിയുള്ള ഒരു പോസിറ്റീവ് ഡിഫ്ലക്ഷനും ഇതിന് എവേ പോകുന്നതിനുള്ള ഒരു നെഗറ്റീവ് ഡിഫ്ലക്ഷനും നമ്മുടെ ഈ ലീഡിൽ നിന്ന് ഫോം ചെയ്യും. അപ്പോൾ ഇതിനെ ഇക്വിഫേസിക് വേവ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ബൈഫേസിക് വേവ് എന്നും വിളിക്കും. അടുത്തതായി നമ്മൾ ഇ സി ജിൻ്റെ ലീഡുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇ സി ജിയിൽ നമുക്ക് 2 ടൈപ്പ് ലീഡുകളാണുള്ളത്. ഒന്ന് നമുക്ക് ലിംബ് ലീഡുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലും കാലിലും വെക്കുന്ന കുറച്ച് ലീഡുകളും, പിന്നെ ചെസ്റ്റ് ലീഡുകളാണ് ഉള്ളത്. ചെസ്റ്റ് ലീഡ് നമ്മുടെ ചെസ്റ്റിൽ പല ഭാഗത്തായിട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ലിംബ് ലീഡുകൾ നമുക്ക് 3 എണ്ണം ഉണ്ട്. അതായത് AVR, AVL, AVF എന്ന് പറഞ്ഞിട്ട് 3 എണ്ണം. ഈ 3 ലീഡിൽ നിന്ന് നമ്മൾ വേറെ 3 ലീഡുകളും കൂടെ ഡിറൈവ് ചെയ്യും. മാത്തമാറ്റിക്കൽ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഇലക്ട്രിക്കൽ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ലീഡ് 1, ലീഡ് 2, ലീഡ് 3 എന്ന് പറഞ്ഞ് 3 ലീഡ്സ് നമ്മൾ ഫോം ചെയ്യും. അങ്ങനെ ടോട്ടൽ 6 ലീഡ് നമുക്ക് ഈ 3 ലിംബ് ലീഡ്സ് വെച്ചിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ചെസ്റ്റ് ലീഡുകളാണുള്ളത്. ചെസ്റ്റ് ലീഡുകൾ 6 എണ്ണം ഉള്ളത്. ചെസ്റ്റിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വെക്കും. V1, V2, V3, V4, V5, V6 എന്ന് പറഞ്ഞാൽ 6 എണ്ണമാണുള്ളത്. അപ്പം ടോട്ടൽ ഒരു സ്റ്റാൻഡേർഡ് ഇ സി ജിയിൽ നമുക്ക് 12 ലീഡുകളാണുള്ളത്. ഇപ്പോൾ പല ഭാഗങ്ങളിൽ വെച്ചിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പല ഭാഗങ്ങളിൽ നിന്നാണ് ഒബ്സർവ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇ സി ജിൻ്റെ പേപ്പറിന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൽ ഭയങ്കര വലിയൊരു റോളുണ്ട്. അതായത് എക്സ് ആക്സിസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ടൈമിൻ്റെ മെഷർമെൻ്റായ സെക്കൻഡ്സിലോ അല്ലെങ്കിൽ മില്ലി സെക്കൻഡ്സിലോ ഒക്കെയാണ് നമ്മൾ ഈ മെഷർ ചെയ്യുന്നത്. വൈ ആക്സിസിൽ നോക്കിക്കഴിഞ്ഞാൽ അതായത് വെർട്ടിക്കലി നമ്മൾ ഡിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റിലാണ് യൂഷ്വലി ഈ വേവിൻ്റെ ഹൈറ്റ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇ സി ജിയിൽ ഈ പേപ്പറിൽ കാണുന്ന ഏറ്റവും കുഞ്ഞു ബോക്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ഇൻറ്റു 1 മില്ലിമീറ്റർ ആണ്. അപ്പം ഇങ്ങനെ വെർട്ടിക്കലി ആയാലും ഹൊറിസോണ്ടലി ആയാലും 1 മില്ലിമീറ്റർ വെച്ചാണ് ഉള്ളത്. ഇങ്ങനെ 5 ബോക്സുകൾ കൂടി ചേർന്ന് ടോട്ടൽ 25 ബോക്സസ് ഉള്ള ഒരു ബോക്സ് ഫോം ചെയ്യുന്നത് അത് ഒരു ലാർജ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലാർജ് ബോക്സിനകത്ത് 25 സ്മോൾ ബോക്സസ് ഉണ്ടാവും. അപ്പോൾ ഒരു ലാർജ് ബോക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 5 മില്ലിമീറ്റർ ഇൻറ്റു 5 മില്ലിമീറ്റർ ആണ്. അപ്പോൾ സ്മോൾ ബോക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ഇൻറ്റു 1 മില്ലിമീറ്റർ. അങ്ങനത്തെ 5 ബോക്സുകൾ വെർട്ടിക്കലി ഹൊറിസോണ്ടലി ആകുമ്പോഴത്തേക്കും നമുക്കൊരു ലാർജ് ബോക്സ് ആവും. ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും എക്സ് ആക്സിസിൽ ഏറ്റവും സ്മോൾ ബോക്സ് നമ്മൾ 1 മില്ലിമീറ്റർ ആണെന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ എക്സ് ആക്സിസിൽ നമ്മൾ ടൈമിലാണ് മെഷർ ചെയ്യുക. അപ്പം ഒരു സ്മോൾ ബോക്സിൻ്റെ ടൈം എന്ന് പറയുന്നത് 0.04 സെക്കൻഡ്സ് ആയിട്ടാണ്. 0.04 സെക്കൻഡ് അല്ലെങ്കിൽ 4 മില്ലി സെക്കൻഡ്സ്. നമ്മൾക്ക് സെക്കൻഡ്സിലോ മില്ലി സെക്കൻഡ്സിലോ പറയാം. ഞാൻ കൂടുതൽ സെക്കൻഡ്സിൽ പറയാനാണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്മോൾ ബോക്സിന് 0.04 സെക്കൻഡ്സ് ആണെങ്കിൽ ഒരു ലാർജ് ബോക്സിന് 0.04 ഇൻറ്റു 5 സെക്കൻഡ്സ് ആണ് വരുന്നത്. അതായത് 0.2 സെക്കൻഡ്സ്. അത് എക്സ് ആക്സിസിൽ കേട്ടോ. എക്സ് ആക്സിസിൽ നമ്മൾ ടൈമിൻ്റെ യൂണിറ്റ്സിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുപോലെ വൈ ആക്സിസിൽ നമ്മൾ ഡിസ്റ്റൻസിൻ്റെ മെഷർ, അതായത് മില്ലിമീറ്ററിലൊക്കെയാണ് പറയാറുള്ളത്. ഒന്നുകിൽ നമുക്ക് ഇ സി ജി ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഈ സ്മോൾ ബോക്സസിൻ്റെ നമ്പർ കൗണ്ട് ചെയ്തിട്ട് അങ്ങനെ മെഷർ ചെയ്യാറുണ്ട്. അടുത്തതായി നമ്മൾ ഇ സി ജി ഇൻ്റർപ്രട്ടേഷനിലേക്കാണ് കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇ സി ജി പേപ്പർ തരികയാണ്. അപ്പോൾ നമ്മൾ ഇനി എന്താണ് അടുത്തത് നോക്കേണ്ടത്, അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞത് AVR ലീഡാണ്. AVR ലീഡ് നോക്കിയതിന് ശേഷം നമ്മുടെ ഹാർട്ട് റേറ്റ് അടുത്തത് എത്രയാണെന്നാണ് പറയാൻ പോവുക. അത് കഴിഞ്ഞിട്ട് ഹാർട്ടിൻ്റെ റിതം എങ്ങനെയാണ്, റെഗുലർ ആണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാർഡിയാക് ആക്സിസ് എന്ന് പറയുന്ന സാധനം എന്താണ്, അത് എങ്ങനെയാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പി വേവ് ആണ് മെഷർ ചെയ്യുക. പി വേവ്
മെഷർ ചെയ്ത് ഇതിനൊക്കെ പഠിച്ചതിന് അനലൈസ് ചെയ്ത് അതിനെന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അടുത്ത് നമ്മൾ PR ഇൻ്റർവെൽ നോക്കും, PR സെഗ്മെൻറ്റ് നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ Q വേവും QRS കോംപ്ലക്സ്, അത് കഴിഞ്ഞ് ST സെഗ്മെൻറ്റ്, അത് കഴിഞ്ഞ് T വേവ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ബേസിക്കലി നോക്കിക്കഴിയുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഹൈപ്പർട്രോഫി, ഹാർട്ടിൻ്റെ മസിലിന് ഹൈപ്പർട്രോഫി ഉണ്ടോ അതെങ്ങനെ മനസ്സിലാക്കാം, പിന്നെ ഹാർട്ട് ബ്ലോക്ക് എങ്ങനെയാണ് വരുന്നത്, അത് കഴിഞ്ഞിട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അതായത് MI, ഹാർട്ട് അറ്റാക്ക്, ഇതുപോലുള്ള കണ്ടീഷനുകളൊക്കെ നമുക്ക് എങ്ങനെ ECG നോക്കി അനലൈസ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോ വളരെ ലെങ്തി ആയി പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട്, അതുകൊണ്ട് നമുക്ക് ECG ഇൻ്റർപ്രിട്ടേഷൻ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ ബോയ്സ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.